സീക്രെറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷൻ ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രെറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോം TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യ പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തന്നെ പൈസക്കരി ഫൊറോനോയിലെ ആടാമ്പാറ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണത്തിലെ 7-ാം പ്രമാണമായ മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ആൽബിനാണ്. ആൽബിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, നാം ഉൾപ്പെടുന്ന സമൂഹം അതിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മളോട് നിയമാനുസൃതമായി ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മൾ സർവാത്മന നൽകേണ്ടതുമായിട്ടുള്ള കുറേ സംഭാവനകളുണ്ട്. ഇത് നൽകാതിരിക്കുന്നത് നീതിയല്ല എന്ന് കത്തോലിക്ക മതബോധന ഗ്രന്ഥം 2430 പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കേരള സർക്കാർ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. നമുക്ക് അതിനോടുള്ള ആശയപരമായ എതിർപ്പ് മൂലമോ അല്ലെങ്കിൽ അതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതിനാലോ നമ്മൾ ഇതിനോട് സഹകരിക്കാതിരിക്കുന്നത് നീതീകരിക്കാൻ കഴിയുന്ന ഒരു കുറ്റമാണ്. അത് ആൽബിൻ്റേത് വളരെ കഠിനമായൊരു ചോദ്യമാണ്. എന്നെ കേൾക്കുന്നവരിൽ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് ആൽബിൻ ഉദ്ദേശിച്ചു, ഉദാഹരണമായിട്ട് ഉദ്ദേശിച്ചു. യെസ്. അതുകൊണ്ട് എല്ലാ മുഖ്യമന്ത്രിമാർക്കും ദുരിതാശ്വാസ നിധിയുണ്ട്. മുഖ്യമന്ത്രിമാരെ വിശ്വസിക്കാവോ എന്ന് ചോദിച്ചാൽ അവരെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളവരെ മുഖ്യമന്ത്രിമാരായി തിരഞ്ഞെടുത്തത്, അല്ലേ? അതുകൊണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നമുക്കുള്ള പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ പലതും രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുകയും പ്രതിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ദുരിതാശ്വാസ നിധികൾ ഉത്തരവാദിത്വത്തോടെ മുഖ്യമന്ത്രിമാർ വിനിയോഗിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് കൂടുതൽ കരണീയം. കാരണം അതൊക്കെ കൃത്യമായ കണക്കുകളും ഓഡിറ്റിങ്ങുകളും ഒക്കെ ഉള്ളതാണ്. ചിലപ്പോഴൊക്കെ അത് വകമാറ്റി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ അത് ആരെങ്കിലും അത് അവിഹിതമായി ദുരുപയോഗിച്ചു എന്ന് നമുക്ക് കരുതാൻ ന്യായമില്ല. ഇനി ഈ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ പൗരന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് മതബോധന ഗ്രന്ഥം പറഞ്ഞിരിക്കുന്ന കാര്യം. അതെന്തുകൊണ്ട്? അത് ദുരിതാശ്വാസ നിധിയിൽ മാത്രമല്ല. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ഹൈവേ വീതി കൂട്ടുന്നു. നമുക്കറിയാം കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? വഴികൾക്ക് വീതിയിൽ എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതൽ കാറുകൾ മേടിക്കാൻ വ്യഗ്രതപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഏത് സമയത്ത് റോട്ടിലിറങ്ങിയാലും തിരക്ക്. ഈ ട്രാഫിക് മൂലം എത്രയോ ജീവിതങ്ങൾ ഈ റോട്ടിൽ പൊലിയുന്നു. ഇക്കൊല്ലത്തെ കണക്ക് തന്നെ പറയുന്നത് ഇതിനോടകം ഈ ഒരു 7-8 മാസത്തെ കണക്ക് പറഞ്ഞത് 6000-ലധികം ജീവൻ കേരളത്തിൽ തന്നെ റോട്ടിൽ ഹോമിക്കപ്പെട്ടുവെന്ന്. അതിൻ്റെ അർത്ഥം ഇവിടെ കൃത്യമായ വീതിയുള്ള റോഡുകളോ ട്രാഫിക് സംവിധാനങ്ങളോ സുരക്ഷിതമായ പാതകളോ ഇവിടെയില്ല. ചിലപ്പോൾ ഒരു വലിയ റോഡ്, സ്പീഡിൽ വാഹനങ്ങൾ പോകുന്ന റോഡിലേക്ക് നേരെ വന്ന് അടുത്ത വാഹനം ക്രോസ് ചെയ്ത് പോവുക. പകരം അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കാനോ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കാനോ സർക്കാർ തീരുമാനിച്ചാൽ അതിന് സ്ഥലം വിട്ടുകൊടുക്കാതെ കുറച്ച് പേര് അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും. അതല്ല എങ്കിൽ ഈ റോഡൊന്ന് വീതി കൂട്ടി 4 വരിപ്പാതയോ 6 വരിപ്പാതയോ ആക്കി യാത്ര സുഗമമാക്കാനിരിക്കുമ്പോൾ അതിൻ്റെ അരികിലുള്ള കുറേ പേര് അതിനെതിരെ കേസും വഴക്കുമായി നടക്കും. ഇങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമോ? ഇതാണ് ന്യായമായ ചോദ്യം. പ്രതിരോധിക്കാം. ഏതാണ്? അത്തരം വ്യക്തികൾക്ക്, വഴിയരികിൽ സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്ക് അവരുടെ തുടർന്നുള്ള ജീവിതത്തെ ഒരിക്കലും ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ അവർക്ക് പുനരുജ്ജീവനത്തിനുള്ള വഴികൾ സർക്കാർ കണ്ടുപിടിക്കണം. ഇപ്പോൾ വഴിയരികിൽ ആകെ കൂടി 10 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ. അത് ഈ ഹൈവേ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം.
തുടർന്ന് വഴിയരികിൽ ഒരു ഭൂമി മേടിക്കണമെങ്കിൽ അവർക്ക് എത്ര ചിലവ് വരുന്നോ അത്രയും രൂപ ഈ 10 സെൻറ്റിൻ്റെ മൂല്യമായിട്ട് അവർക്ക് വിട്ടുകൊടുക്കണം. എന്ന് മാത്രമല്ല, പുതിയ നിയമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവർക്ക് ഈ ഭൂമി കൈവശം വെച്ചിരുന്നെങ്കിൽ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ കിട്ടാമായിരുന്ന മൂല്യവർദ്ധനവ് കൂടി പരിഗണിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും. പലപ്പോഴും സർക്കാരിനോട് സഹകരിക്കാൻ ജനത്തെ പിന്തിരിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഭൂമി എടുക്കാൻ കാണിക്കുന്ന ആവേശം സർക്കാരുകൾ ഈ ഒരു പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്നില്ല. അതുപോലെ ന്യായമായ പ്രതിഫലം കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ കണ്ണൂർ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ മിക്കവാറും ഹൈവേ അരികിലുള്ള എല്ലാ വീടുകളുടെയും മുമ്പിൽ കഴിഞ്ഞ വർഷം കണ്ട ഒരു ബോർഡുണ്ട്: ഞങ്ങൾ ഹൈവേ വികസനത്തിനെതിരല്ല, ദേശീയപാത വികസിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി സർക്കാർ കണ്ടുപിടിച്ച് തരണം. ഇതാണ് എല്ലാ വീടിൻ്റെ മുമ്പിൽ പൊതുവായി എല്ലാവരും എഴുതി വെച്ച ബോർഡാണ്. അത് തികച്ചും ന്യായമാണ്. നമ്മൾ ഒരു പൊതുകാര്യത്തിന് വേണ്ടി വ്യക്തികൾ ത്യാഗം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ വ്യക്തികളുടെ തുടർ ജീവിതത്തെ സുഗമമാക്കുന്നതിന് വേണ്ട സഹകരണം, പിന്തുണ നൽകാൻ സർക്കാരിനും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ പരസ്പര ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ബുദ്ധിമുട്ടുകളുള്ളത്. നമുക്ക് തന്നെ അറിയാം, കേരളം കണ്ട വലിയ സമരങ്ങളിൽ പലതും ഇപ്രകാരം കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിൽ വന്ന വീഴ്ചയോടുള്ള പ്രതികരണം ആയിരുന്നു എന്നത് നമ്മൾ വായിച്ചറിയേണ്ട വസ്തുതയാണ്. ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ പൊതു ആവശ്യത്തോട് വ്യക്തികൾ സഹകരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ പൊതുസമൂഹത്തിനും സർക്കാരിനുമുള്ള ഉത്തരവാദിത്വവും കൂടി അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആൽബിന് എന്തെങ്കിലും കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ ചോദിക്കാം? ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം മുതലേ സംഭാവന കൊടുത്തില്ല എന്നെങ്കിലാണ് അത് കുറ്റമായി മാറും. അതേസമയം നമ്മൾ ആദ്യം സംഭാവന കൊടുത്തു, തുടർച്ചയായ ചില കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ഈ സംഭാവന. ആദ്യമേ കൊടുത്തു, രണ്ടാമത് കൊടുത്തു, പക്ഷേ ഇതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോഴാണല്ലോ നമ്മുടെ വിശ്വാസ്യത നഷ്ടമാവുക. പിന്നീട് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണോ അത് നീതിപൂർവമാണോ എന്നാണ് ഞാൻ. യെസ്, ആൽവിൻ പറയുന്ന ദുരിതാശ്വാസ നിധിയുടെ കാര്യമാണ് അല്ലേ? മാത്രമല്ല, ഒരാവശ്യത്തിന് ഒരു ബസ്, ഒരു നാട്ടുകാർ കൂടി, അവിടെ ഗതാഗത സൗകര്യമില്ല, ഒരു നാട്ടുകാർ എല്ലാവരും കൂടെ കൂടി ഒരു ബസ് വാങ്ങുന്നു. എല്ലാവരുടെ ഇന്നും പൈസ പിരിക്കുന്നുണ്ട്. പക്ഷേ ബസ്സിൽ കയറുമ്പം ആ നാട്ടിലെ യാത്രക്കാർക്ക് ചെറിയൊരു കൺസെഷനൊക്കെ കൊടുക്കേണ്ടതാണ്. അതൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലത്തെ സാഹചര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, ആൽബിനെ ഈ ബസ്സൊക്കെ നടത്തി നോക്കിയാലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ നാട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്ത് ബസ് മേടിച്ച് നമ്മുടെ മലബാറിലെ പല മലമുകളിലെ പള്ളികളും ഇപ്രകാരം ഇടവകക്കാരെല്ലാവരുടെ പിരിവെടുത്ത് ജനകീയ ബസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ യാത്രാ മാർഗം തന്നെ ഇത്തരം ജനകീയ ബസ്സുകളായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ആടാമ്പാറയ്ക്ക് ജനകീയ ബസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങളുടെ നാട്ടിലോട്ട് ബസ് വരുന്നുണ്ട് ഇപ്പോൾ? ഒരു ബസ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പല ഇടവകളും ജനകീയ ബസ്സുകൾ ഓടിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജനകീയ ബസ് വരുന്നത് ഈ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടിയാണ്. ആ യാത്രാക്ലേശം പരിഹരിക്കണമെങ്കിൽ ഇതിന് പിരിവ് കൊടുത്ത് എല്ലാവർക്കും സൗജന്യ ടിക്കറ്റാണ് അല്ലെ പകുതി ടിക്കറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഓട്ടം നിൽക്കും. കാരണം ഇത് നടത്തി പരിചയമുള്ള പലരുടെയും കണക്കുകൾ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുക. അവിടെ ഒരു സൗജന്യവും സാധിക്കുകയില്ല. കാരണം എന്ത് വേണം, ഇത് ശരിയാം വിധത്തിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ നാട്ടുകാരാണ് കയറിയേക്കുന്നതെന്ന് വിചാരിച്ച് ഡീസൽ ഒഴിക്കാതെ ഇത് ഓടിക്കാൻ പറ്റുമോ? നാട്ടുകാരുടെ വണ്ടി നാട്ടുകാർ കയറിയിരിക്കുന്നു, എന്നാൽ പച്ചവെള്ളം ഒഴിച്ച് ഓടിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റിയല്ല. അതിന് ഡീസലിന് തന്നെ വേണം.
ടയർ തേഞ്ഞാൽ ടയറിന് വേണ്ടി തന്നെ വേണം. അപ്പോൾ നമ്മൾ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യുമ്പോൾ ആ പൊതു നന്മ കാലാകാലത്തോളം നിലനിൽക്കണമെങ്കിൽ ഏത് രീതിയിലാണ് സഹകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇതിൽ മുതൽ മുടക്കുന്നവരെ മുൻകൂട്ടി തന്നെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. നേക്ക് പകുതി പൈസയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ചേച്ചിട്ട് അവരെ വഞ്ചിച്ചാൽ അത് തെറ്റാണ്, അത് ശരിയായ രീതിയല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൊതു നന്മയെ കരുതി നമ്മൾ നടത്തുന്ന ധനങ്ങൾ പലതും ശരിയായ അർത്ഥത്തിൽ ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ഉള്ള അവകാശം നമുക്കുണ്ട്. ഇപ്പം അത് പള്ളിക്ക് സംഭാവന കൊടുത്തതായിക്കോട്ടെ, പാരീഷ് ഹോൾ പണിയാൻ വേണ്ടി അല്ലെങ്കിൽ പള്ളി പണിയാൻ വേണ്ടി സംഭാവന കൊടുത്തു, അത് വികാരിച്ചനും കൈക്കാരന്മാരും ആ പണം ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഈ സംഭാവന കൊടുത്ത എല്ലാവർക്കും അവകാശമുണ്ട്. അതിനാണ് മാസാമാസം അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കണമെന്നും, നിശ്ചിത തുക കൂടിയ തുകയാണെങ്കിൽ അത് വികാരിച്ചൻ ചിലവാക്കാൻ പാടില്ല, അത് കൈക്കാരന്മാരോട് കൂടി ആലോചിക്കണം. അവർ മാത്രം ആലോചിക്കാവുന്നതിനും പരിധിയുണ്ട്, ഓരോ രൂപതകളിലും വ്യത്യാസമാണെന്നേ ഉള്ളൂ. അത് പാരീഷ് കൗൺസിലിൽ ആലോചിക്കണം. പാരീഷ് കൗൺസിലിനും പരിധിയുണ്ട്. പാരീഷ് കൗൺസിലിൻ്റെയും പരിധിക്ക് അപ്പുറത്തുള്ള തുക ചിലവാക്കണമെങ്കിൽ പൊതുയോഗത്തിൻ്റെ അനുവാദം, പൊതുയോഗം അംഗീകരിച്ചതിലും ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള വലിയ ചിലവാണെങ്കിൽ അത് രൂപതാ കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം. രൂപതകൾ തന്നെ ഒരു വലിയ തുകയ്ക്ക് മുകളിൽ ചിലവാക്കണമെങ്കിൽ അത് അതാത് സഭകളുടെ സിനഡിൻ്റെ അനുവാദം വേണം എന്ന് സഭാ നിയമമുണ്ട്. ആരും പൂർണ്ണ അധികാരമുള്ളവരല്ല, നമ്മളെല്ലാവരും കണക്കുകൾ ബോധിപ്പിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് സഭാ നിയമം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആൽവിൻ ഈ ചോദിച്ച പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസ്യത തോന്നുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം, അല്ലേ? ആ സംഭാവന കൊടുത്ത എല്ലാവർക്കും തങ്ങൾ കൊടുത്ത സംഭാവന ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്നറിയാനുള്ള അവകാശമുണ്ട്. അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യാത്ത സാഹചര്യങ്ങൾ ഏഴാം പ്രമാണത്തിൻ്റെ ലംഘനമാണത്. പൊതുമുതലാണ്, കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി എന്ന മട്ടിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകരുത്. പൊതുമുതൽ ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കപ്പെടുകയും അത് സത്യസന്ധവും സുതാര്യവുമായി വിനിയോഗിക്കപ്പെട്ടു എന്ന് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത് ഈ ഏഴാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. വ്യക്തമായല്ലോ അല്ലേ? അടുത്ത ചോദ്യം ആരാണ്? അഖില ടീച്ചറാണ്. ചോദ്യം: പിതാവേ, വചനത്തിൽ പറയുന്നു ഭൂമിയെ കീഴടക്കുക എന്ന്. ദൈവം ഈ വാക്കുകൾ പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? കാരണം കീഴടക്കൽ ഒരു നെഗറ്റീവ് അർത്ഥമാണല്ലോ നൽകുന്നത്. യെസ്, അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത് അതിനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അടിമപ്പെടുത്തി വയ്ക്കുക എന്നുള്ളൊരർത്ഥത്തിലല്ല. അത് സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ വിവരണത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഈ ഭൂമി ആദ്യം രൂപരഹിതവും ശൂന്യവുമായിരുന്നു. രൂപരഹിതവും ശൂന്യവുമായ ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് ഇടപെട്ട് അതിനെ ക്രമീകരിച്ചെടുക്കുകയാണ്, അല്ലേ? ദൈവമായ കർത്താവ് ആദ്യം ആകാശവിധാനത്തെയും ഭൂമിയെയും തമ്മിൽ വേർതിരിച്ചു. മുകളിലുള്ള ജലത്തെ താഴെയുള്ള ജലത്തിൽ നിന്ന് വേർതിരിച്ചു. തുടർന്ന് ഈ താഴെയുള്ള ജലത്തിൽ നിന്ന് കുറേ വെള്ളം നീക്കി കരയെ തെളിയിച്ചെടുത്തു. ദൈവമായ കർത്താവ് ഇങ്ങനെ ക്രമപ്പെടുത്തി വരികയാണ്. അതായത് ഈ രൂപരഹിതം ശൂന്യം എന്ന് പറയുന്നത് ഒരു യഹൂദ സങ്കല്പമാണ്. തോഹു വാ ബോഹു എന്ന് പറയുന്ന ഒരു യഹൂദ സങ്കല്പമാണ്. അതായത് ദൈവം ഈ പ്രപഞ്ചത്തിനുണ്ടാക്കിയ ക്രമത്തെ ഇല്ലാതാക്കാൻ ഈ തിന്മയുടെ ശക്തിയാണ് തോഹു വാ ബോഹു.
രൂപരഹിതവും ശൂന്യവുമായ ഈ ശക്തി ഈ ദൈവമുണ്ടാക്കുന്ന ക്രമത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ, തിന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്താനാണ് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുക. അല്ലാണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും ചവിട്ടി മെതിച്ച് ആന കരിമ്പും കാട്ടി കയറിയതുപോലെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി അല്ല മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുക. മറിച്ച് ദൈവമായ കർത്താവ് ഈ പ്രപഞ്ചത്തെ ക്രമവൽകൃതമായി സൃഷ്ടിച്ച് അതിനൊരു രൂപഭംഗി കൊടുത്ത് ഈ പ്രപഞ്ചത്തെ ഈ കാണുന്ന രൂപത്തിലാക്കി. ഇനി അത് ഈ ഭൂമിയിൽ ദൈവം ക്രമീകരിച്ച രീതിയിൽ ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? മനുഷ്യൻ്റേതാണ്, അല്ലേ? മനുഷ്യൻ്റെ ആ ഉത്തരവാദിത്വം ഏതാണ്? ഈ പ്രപഞ്ചത്തിന് ദൈവം കൊടുത്ത ലാവണ്യവും ക്രമവും നഷ്ടമാകാതെ അതിനെ ഈ തിന്മയുടെ ശക്തികൾ കീഴ്പ്പെടുത്താതിരിക്കാൻ മനുഷ്യൻ എപ്പോഴും ഈ തിന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്തി നിർത്തണം. അതുകൊണ്ട് പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്താനല്ല, പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു ക്രമത്തെ നിലനിർത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ശക്തികളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമായിട്ട് യഹൂദർ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ആ കീഴ്പ്പെടുത്തുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. പലരും ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മനുഷ്യനോട് പ്രപഞ്ചത്തെ എങ്ങനെയും നശിപ്പിച്ചു കൊള്ളാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന എഴുത്തുകാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ ലിൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഇക്കോളജിസ്റ്റിൻ്റെ എഴുത്തുണ്ട്. ജൂഡയോ ക്രിസ്ത്യൻ സ്ക്രിപ്ചറുകളാണ് എന്ന് പറഞ്ഞാൽ ബൈബിളാണ് ഈ ഇക്കോളജിയുടെ, പരിസ്ഥിതിയെ നശിപ്പിച്ച ഏറ്റവും വലിയ പഠനം എന്ന് പറഞ്ഞ് എഴുതിയ പുസ്തകങ്ങളുണ്ട്. വാസ്തവത്തിൽ അത് അറിവില്ലായ്മ കൊണ്ട് എഴുതുന്നത്. ഉൽപ്പത്തി ഗ്രന്ഥകാരൻ പറയുന്നത് വളരെ ആഴമേറിയ ഒരു ചിന്തയാണ്. ഇനി എന്താണ് ഈ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയും സാദൃശ്യവുമായിട്ടാണ്, അല്ലേ? ഛായ, സാദൃശ്യം എന്നതിനെ സൂചിപ്പിക്കുന്ന രണ്ട് ഹീബ്രു പദങ്ങളാണുള്ളത്. സെലം, ദെമൂത്ത് എന്ന രണ്ട് ഹീബ്രു പദങ്ങൾ. ഇതിൽ ഈ സെലം എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾ പഠിച്ചാൽ ഛായ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുമെങ്കിലും അതിന് കുറേ കൂടി ആഴമുള്ളൊരർത്ഥമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, തലസ്ഥാന നഗരത്തിരുന്ന് വലിയ സാമ്രാജ്യം ഭരിക്കുന്ന രാജാവ്, ആ രാജാവിൻ്റെ പ്രതിമകൾ എല്ലാ നാൽക്കവലകളിലും വെക്കും. ഒരു പ്രദേശത്ത് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ജനം ആ പ്രതിമയുടെ ചുറ്റും ഒത്തുകൂടി തങ്ങളുടെ തർക്കം പരിഹരിക്കുമായിരുന്നു. അതായത് ഒരു പ്രതിമ വെച്ചപ്പോൾ തലസ്ഥാനത്തിരിക്കുന്ന രാജാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുമായിരുന്നു. ആ പ്രതിമയെ വിളിക്കുന്ന പേരാണ് ഏത്? സെലം. അതായത് ഛായ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. മനുഷ്യനെ ദൈവം സെലമായി, തൻ്റെ ഛായയായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിലായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ഉടയവനായ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തിയെ തുടരാൻ വേണ്ടി. ദൈവം എന്താണ് ചെയ്തത്? ഈ പ്രപഞ്ചത്തിന് ക്രമവും താളവും ഉണ്ടാക്കിയെടുത്തു. രൂപരഹിതവും ശൂന്യവുമായ അവസ്ഥയിലേക്ക് തിരികെ പോകാതിരിക്കാൻ ഈ പ്രപഞ്ചത്തെ ദൈവം പരിപാലിക്കുന്നു. അതുപോലെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വമാണ് മനുഷ്യനെ ദൈവം ഭരമേൽപ്പിച്ചത് എന്ന് തിരിച്ചറിയുമ്പോൾ, നമ്മൾ പലപ്പോഴും ഈ ഹീബ്രു പദങ്ങളുടെ അർത്ഥം പരിചയമില്ലാത്തത് കൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിസ്ഥിതി വീക്ഷണത്തെ പലരും എതിർക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, മതി സാറിന്. സാറിൻ്റെ ചോദ്യം എന്താണ്?
പിതാവേ, വചനം പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ജോലി ചെയ്യാതെ വീട്ടിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വചനം ഏറെ വിഷമം ഉളവാക്കുന്നതാണല്ലോ. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒന്ന് വിശദീകരിക്കാവോ? യെസ്, ഇത് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് പൗലോസ്ലീഹ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രസ്താവനയാണ്, അല്ലേ? അത് ആ സാഹചര്യത്തിൽ നിന്ന് വേർപെടുത്തി എടുത്ത് വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ വീട്ടിൽ രോഗമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെതിരെ ഈ വചനം പ്രയോഗിക്കുന്നവൻ ദൈവവചനം അല്ല പറയുന്നത്, പിശാചിൻ്റെ വചനമാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് അധ്വാനിക്കാതെ ദൈവവചനം പ്രസംഗിച്ച് നടക്കുന്നവർ, പൗലോസ്ലീഹ തൻ്റെ തന്നെ ഉദാഹരണമാണ് പറയുന്നത്. എന്താണ്? ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു ഭാരമാകാൻ തീരുമാനിച്ചില്ല, മറിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കൂടാരം പണിത് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. സുവിശേഷം പ്രസംഗിക്കുന്നവന് ആ സുവിശേഷ പ്രസംഗത്തിലൂടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ അങ്ങനെ ചെയ്തു എന്നാണ് അപ്പസ്തോലൻ പറയുക. എന്നിട്ട് അപ്പസ്തോലൻ പറയുക, നിങ്ങളിൽ ചിലർ അങ്ങനെയല്ല, ഒരു പണിയെടുക്കാതെ ഇരിക്കുന്നവന്മാരെ വീട്ടിലുണ്ട്, അതൊക്കെ തിരുത്തണം, അധ്വാനിച്ച് ഭക്ഷിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ദൈവീകമായ ആ കൽപ്പന നിറവേറ്റാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇതാണ് പൗലോസ്ലീഹ പറയുന്ന കാര്യം. ഒരാൾക്ക് രോഗം വന്നത് ദൈവത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ്, അല്ലേ? അതായത് അധ്വാനിച്ച് ഭക്ഷിക്കാൻ കൽപ്പിച്ച ദൈവം തന്നെയാണ് ഒരു മനുഷ്യനെ അധ്വാനിക്കാൻ മേലാത്ത അവസ്ഥയിലെത്തിച്ചത്. അല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന് ആ മനുഷ്യൻ്റെ സഹനത്തിലൂടെ ഈ ഭൂമിയുടെ മുഴുവനും രക്ഷ സാധിച്ചെടുക്കാൻ വലിയ പദ്ധതി ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ രോഗികളായി കഴിയുന്ന, പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായി കഴിയുന്നവർ അധ്വാനിക്കുന്നില്ല, അവർ വീടിനൊരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വീട്ടിലുള്ളവർക്കൊരു ബാധ്യതയായി മാറുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവർ അവിവേകികളാണ്. കാരണം ഒരുപക്ഷെ അങ്ങനെ കടക്കേണ്ടയാൾ നീ ആയിരുന്നിരിക്കാം. നിനക്ക് പകരമായി നിൻ്റെ കുടുംബത്തിലെ മറ്റെല്ലാവരും അരോഗദൃഢഗാത്രരായി നടക്കാൻ വേണ്ടി ഒരു വ്യക്തിയുടെ സഹനം അവിടെ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി ആ വ്യക്തി സഹിക്കുകയാണ് എന്ന തിരിച്ചറിവും ബോധ്യവും നമുക്ക് ആവശ്യമുണ്ട്. വീട്ടിൽ അപ്രകാരം സഹനത്തിൽ കഴിയുന്ന ഒരു വ്യക്തി കുരിശേൽ കിടക്കുന്ന ഈശോമിശിഹായിക്ക് തുല്യനാണ് എന്ന ചിന്ത ഓരോ കുടുംബാംഗത്തിനും വേണം. അതുകൊണ്ട് അത്തരം വ്യക്തികളെ ശല്യമായോ ബാധ്യതയായോ കരുതാതെ അവർ തങ്ങളുടെ കുടുംബത്തിന് വലിയ ദൈവകൃപ ഈ തലമുറയിൽ മാത്രമല്ല വരും തലമുറയിലേക്കും നേടിത്തരുന്ന കൃപയുടെ വാതായനങ്ങളായി അവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ശരിയായ വചനത്തിൻ്റെ അർത്ഥം. അതേസമയം അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടായിട്ടും ജോലി ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും പണിയെടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ വചനം അക്ഷരം പ്രതി ശരിയാണ്. കാരണം പൗലോസ്ലീഹ അത്തരക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് പറഞ്ഞത്. കിടപ്പ് രോഗികളെ ഉദ്ദേശിച്ച് പറഞ്ഞ വചനമല്ല ഇത് ആരോഗ്യമുണ്ടായിട്ടും പണിയെടുക്കാതെ തടിയനങ്ങാതെ നടക്കുന്നവനെ ഉദ്ദേശിച്ചാണിത് പറഞ്ഞത്. അവന് ഈ വചനം അതേപടി തന്നെ ബാധകമാണ് താൻ. അതുകൊണ്ട് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതേത് സാഹചര്യത്തിൽ പറയപ്പെട്ടു എന്നുള്ളത് പ്രസക്തമാണ്. സാഹചര്യത്തിൽ നിന്ന് മാറ്റി വചനം വ്യാഖ്യാനിക്കുമ്പോൾ പല ദൈവവചനങ്ങൾക്കും പൈശാചിക വചനം ആയി തീരാനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധ കുർബാനയെ നിന്ദിക്കാൻ വേണ്ടി ദൈവവചനം ഉദ്ധരിക്കുന്നവരുണ്ട്, ഇല്ലേ? പരിശുദ്ധ സഭയുടെ പ്രബോധനങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ദൈവവചനം ഉദ്ധരിക്കുന്നവരുണ്ട്. അത്തരം വചനങ്ങൾ ദൈവവചനമായിട്ടല്ല അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്, പൈശാചിക വചനങ്ങളായിട്ടാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. വചനത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ലക്ഷ്യമാക്കിയ അർത്ഥത്തിൽ നിന്നും വേർതിരിച്ച് വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് പൈശാചിക വചനമാക്കി പരുവപ്പെടുത്തുന്ന പ്രവൃത്തിയാണത്. അത് ഗുരുതരമായ തെറ്റാണ് എന്നുകൂടി ഓർക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളിലെ 7-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും
നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ധ്യ പാമ്പളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ആടാമ്പാറ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.